നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കേസുമായി ചീരുവിന് ബന്ധമൊന്നുമില്ലല്ലോ. ബന്ധപ്പെട്ട ഒരാൾ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറല്ല. നീ നിരപരാധിയാണെന്ന് തെളിയും വരെ മഞ്ചാടി അവളുടെ വീട്ടുകാരൻ നിന്നോട് കാണിച്ചതോ വേറൊരു കുറ്റവാളിയായിട്ടല്ലേ നിന്നെ കണ്ടത്. ജീവൻ രാജിന്റെ കേസ് പിൻവലിക്കാൻ മഞ്ചാടി ശ്രമിച്ച നമ്മൾ അതിനെതിരെ തടസ്സഹർജി നൽകും. ആ സാരമില്ല, ഗൂഗിളിന് സമ്മതം. അതുകൊണ്ട് സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. എന്തായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആഹാ, മാഷും വിനയനും വീണ്ടും അടയും ചക്കരയും പോലെ ആയോ? അല്ല, ഞാൻ ഇതിനു മുമ്പ് കാണുമ്പോ നിങ്ങൾ കീരിയും പാമ്പും പോലെ ആയിരുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. അതിപ്പോ സുശീല എന്നെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ചിലപ്പോ സ്നേഹത്തിലും ബഹുമാനത്തിലും പെരുമാറും, വേറെ ചില നേരത്ത് പകയും പുച്ഛവും കാണിക്കും. പിന്നെ മനുഷ്യരല്ലേ സുശീലെ, ഭാവവും ഭാവിയൊക്കെ മാറി മറിയും. അതിനൊക്കെ ഒത്ത അങ്ങ് പോവുക അല്ലേ വിനയ? അല്ല, ഭാവിയെക്കുറിച്ച് മാഷ് പറഞ്ഞ എനിക്ക് മനസ്സിലായി. കല്യാശ്ശേരി തറവാട് കിട്ടിയതോടെ മാഷിന്റെ സമയം തെളിഞ്ഞു എന്നല്ലേ? പിരിഞ്ഞു പോയവരൊക്കെ വിനയം വന്ന് നിൽക്കുന്നത് പോലെ മാഷിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് മാഷിനറിയാം. എന്റെ മോനും ആ കൂട്ടത്തിൽ പെടും. പക്ഷേ എത്ര സമ്പത്ത് കൈവന്നാലും സുശീല എന്നും പഴയ സുശീല തന്നെയായിരിക്കും. ദേ, ഇപ്പൊ തന്നെ സച്ചിസാറിന്റെ മോളല്ലേ എന്റെ സത്യം കല്യാണം കഴിക്കാൻ പോകുന്നത്.